ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. അതെ, എൻ്റെ വൈഫിൻ്റെ മാലയാണ്, ഇതൊന്ന് പൊട്ടിപ്പോയി, അതൊന്ന് വിളക്കി തന്നെ. എന്നാ പേരെന്നാ? ഏതാ? രഞ്ജിത്ത്. ഇവിടെയാണോ സ്ഥിരം? കച്ചേരിത്തായത്ത്. ഇത് എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? 20 വർഷം. 20 വർഷമായിട്ട് ഈ പരിപാടിയിലാണ്. ഇവിടെ എത്ര നാളായി? 2 വർഷം. അപ്പോൾ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? പാമ്പാക്കുട. അതും ഇതുപോലെ തന്നെ പരിപാടിയായിരുന്നു. 20 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അതല്ലേ? സ്വന്തം നാട് നിലമ്പൂരാണ്. നിലമ്പൂർക്കാരനാണ്. അപ്പോൾ ഇവിടെ എവിടെ സെറ്റിലായേക്കണേ? ആനിക്കാട്. എവിടെ? ആ, അവിടെ അല്ലേ? അവിടെ എത്ര 20 കൊല്ലമായിട്ടോ? അല്ല, നിലമ്പൂർ എവിടെയാ സ്ഥലം? കോലത്തുമുറി. അപ്പോൾ ഇതെങ്ങനെയാ, നമ്മൾ സ്വന്തം പഠിച്ചാണോ? പഠിച്ചതാണല്ലേ? അത് സാധാരണ ഇപ്പൊ ഈ മിഷ്യത്തിലല്ലേ ഇത് വർക്ക് ചെയ്യണതൊന്നും? മെഷീൻ ചെയിനുകളുണ്ട്. ആ, മെഷീൻ ചെയിനുകളുണ്ട്. പോവാം. ഐറ്റംസ് ഉണ്ട്. പോവല്ലേ? കൈപ്പണിയാണ് ഏറ്റവും കൂടുതൽ. കൈപ്പണിയാണ് ഈ കൂടുതലായിട്ടുള്ളത് അല്ലേ? അത് ശരി. അപ്പോൾ ഇത് എവിടെ നിന്ന് പഠിച്ചത്? ഫാദറിന് ഇതിന്റെ പരിപാടിയാണോ? ഞങ്ങൾ കോയമ്പത്തൂർ. കോയമ്പത്തൂർ എങ്ങനെ ഈ ഇങ്ങനെ ഇരുന്ന് പണിയണവരുടെ അടുത്ത് ഇരുന്ന് പഠിച്ചതാ? അങ്ങനെ പഠിച്ചതാല്ല? അത് ശരി. ഇതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? ഇത് എന്നാന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ഒരു സംഭവമാണിത് അല്ല? ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവന് ഇതുകൊണ്ട് സാധിക്കുള്ളൂ. ഇത് വലിയ ദേഷ്യം വരൂ. ഈ അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങനെ ക്ഷമ കൂടുതൽ തട്ടാനും ആലോചന ബുദ്ധിമാനും എന്നാ ആനെന്നൊക്കെ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നമ്മുടെ മാലയെ ഒന്ന് പൊട്ടിപ്പോയി, അപ്പോൾ അതൊന്ന് വിളക്കണം. വിളക്കിയിട്ടുണ്ട്. ആ, നമ്മുടെ സുഹൃത്ത് പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മാല റെഡിയാക്കി തരുക കേട്ടോ. നിമിഷ നേരം കൊണ്ട് സംഗതി ഓക്കെ അല്ലേ? ഉണ്ടോ? നിമിഷ നേരം കൊണ്ട്. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ ഈ സുഹൃത്ത് നമ്മൾ ഇരിക്കുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്തായത്ത് ഷാജഹാൻ ജ്വല്ലറിയുടെ ഫ്രണ്ടിലാണ്. നമ്മുടെ മൂവാറ്റുപുഴ നഗരസഭയുടെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ.